ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നിതാര ബീവിയുടെ ബാപ്റ്റിസം ഡേ ആണ്. അതിനാണ് ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മളാണ് ഫസ്റ്റ് വന്നത്. ഞാൻ ചുമ്മാ അവിടെയൊക്കെ നടന്ന് അവരുടെ ഗാർഡനും ചെടികളും ഒക്കെ നോക്കുക. കുറേ നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ടീനമോളും ചേട്ടനും വാവയൊക്കെ റെഡി ആയിട്ട് വന്നു. അപ്പം വാവേനെ വെച്ച് അജിൻ കുറച്ച് ഫോട്ടോസൊക്കെ വീണ്ടും സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവളിങ്ങനെ ഉണർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കും, പിന്നെയും കണ്ണടയ്ക്കുക, ആ ഒരു മൂടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ബാപ്റ്റിസം ഫംഗ്ഷൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ നോക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡായിട്ട് രണ്ടുപേരും മാച്ചിങ് ആയിട്ട്. അങ്ങനെ വീട്ടിൽ വെച്ചുള്ള ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ചർച്ചിലോട്ടാണ് പോയത്. ചർച്ച് വളരെ അടുത്താണ് വീടിൻ്റെ. അങ്ങനെ നമ്മൾ ചർച്ചിലെത്തി. ബാക്കിയുള്ള റിലേറ്റീവ്സ് എല്ലാം ഇനി ഡയറക്റ്റ് ചർച്ചിലോട്ട് വരത്തേ ഉള്ളൂ. ഇപ്പോൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പം കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ ടീനമോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ ആരുമില്ല, ഇനി എല്ലാവരും ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ എന്നെ ഇതുവരെ കാണിച്ചില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ലുക്ക് വന്നിട്ട്. അങ്ങനെ ചർച്ചിനുള്ളിൽ കയറി. അപ്പോൾ അതിന് അതിൻ്റെ ഫംഗ്ഷൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടീനമോൾ ആരാന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വ്ളോഗ് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ, മമ്മിയുടെ സിസ്റ്ററിൻ്റെ മോളാണ് ടീനമോൾ. ടീനമോളുടെ വാവയുടെ ബാപ്റ്റിസമാണ് ഇന്ന്. ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് സെറക്കുട്ടി, അങ്കിളിൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ സെറയുടെ ഫംഗ്ഷൻ്റെ ഇടയ്ക്കും കൂടെ ഒരു വീഡിയോയും എടുക്കാൻ ശ്രമിക്കുകയാണത്. അങ്ങനെ ഇവിടെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർക്കിന് ഞാൻ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു ഫാമിലി ഫംഗ്ഷനായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. നോർമലി നമ്മൾ വർക്കിന് പോകുമ്പോൾ അത്രയും അടുത്തോട്ടൊന്നും പോയിന്ന് കാണാറില്ല. അത് അതിനായിരിക്കും എടുക്കുന്നത്. നമ്മൾ കുറച്ച് മാറി നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കാണുന്നത്, കുറച്ച് അടുത്തൊക്കെ നിന്നിട്ട്. അപ്പോൾ ഇവിടെ വാവയുടെ ബാപ്റ്റിസം ഫംഗ്ഷൻ്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ചർച്ചിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആൻറ്റിയും അമ്മച്ചിയും ജേസ് ചേച്ചിയും മമ്മിയൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരാം. മമ്മിയും ജേസ് ചേച്ചിയോട് എന്തോ വലിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ കണ്ടപ്പോൾ രണ്ടുപേരും സ്റ്റക്കായിട്ട് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ഹോളിലോട്ട് പോയാൽ മതി. ഹോളിൽ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി തുടങ്ങി. ഒരു സൈഡിൽ അപ്പച്ചനും അങ്കിളൊക്കെ വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. ഹാനോക്ക് ഞാൻ ക്യാമറയായിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡ് വലിയുന്നുണ്ട്. അപ്പോൾ ഇനി വാവയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് ചർച്ചിനുള്ളിൽ വെച്ച് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ വാവേനെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് ഡ്രസ്സൊക്കെ ഞങ്ങളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞൊരു പാവോ, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് കളിക്കാനും ചിരിക്കാനും പറഞ്ഞ ആളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ. ടീനമുള്ളതൊക്കെ അവളെ ബാലൻസ് ചെയ്ത് നൈസായിട്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കളിയാക്കാനും കൊഞ്ചിക്കാനും നിൽക്കുമ്പോഴത്തേക്ക് വാവ തിരിച്ച് അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മളും അവളുടെ കൂടെ നിന്ന് ഫുള്ളിങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ്. അപ്പോൾ ആ ഗ്യാപ്പിന് ടീനമോൾ നൈസായിട്ട് ഡ്രസ്സ് കൂടി ഇടിപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ ആൾ ചിലപ്പോൾ ഒന്ന് ടയർഡായി പോയാലോ. അപ്പോൾ ഷുട്ടുമണി എന്നൊക്കെ വിളിച്ചാൽ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ഷുട്ടുമണിയാണ് ഈ ഇരിക്കുന്നത്. ടീനമോൾ ആ വെള്ള ഫ്രോക്ക് അവളിലൊന്ന് ഫിറ്റ് ചെയ്യിക്കാനുള്ളൊരു ഇതിലാണ്. ടീനമോൾ ഇപ്പോൾ നല്ല എക്സ്പേർട്ടാണല്ലോ. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ അവളിങ്ങനെ ഇടുന്ന കാണുമ്പോൾ എനിക്കാണ് സ്ട്രെസ്സ് വരുന്നത്. അയ്യോ കട്ടിയുണ്ടോ എനിക്കുള്ളൂ. പക്ഷെ അകത്ത് കോട്ടൺ ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ഹെവി ആയിട്ടുണ്ടെന്ന്. എന്നാലും എൻ്റെ കുഞ്ഞു വാവ ഇരുന്നുണ്ട് എല്ലാം ഇടാൻ വേണ്ടി. അവൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ത്രില്ല് ഉണ്ട് ഫേസിൽ. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. ഞങ്ങൾ പറയായിരുന്നു വാവയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല, അവൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇനി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേഗം ഹോളിലോട്ട് പോകണമല്ലോ. അപ്പം മമ്മിമാരൊക്കെ വന്നിട്ട് പറയുന്നത് ഇത് അപ്പോൾ നമുക്ക് ഹോളിൽ പോവാം വേഗം അങ്ങ് ഇടിപ്പിക്കുന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. അന്നേരം ഹെഡ് ബാൻഡോടൊക്കെ വെച്ചൊന്ന് സുന്ദരി കുട്ടിയാക്കിയിട്ട് ഫോട്ടോ എടുക്കട്ടെ. അപ്പോഴത്തേക്ക് അജ്ജും വന്ന് അജിൻ്റെ വക റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഷുട്ടുമണി ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ നിങ്ങൾ എടുക്കോ, ഞാൻ നിന്ന് വരാം, ഒരു പ്രശ്നമില്ലെന്നും പറഞ്ഞ ആളിങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഇടയ്ക്കൂടെ കരയാൻ പ്ലാനൊക്കെ ഇടും. കുഴപ്പമില്ല, എടുത്തും തട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ആളങ്ങ് റെഡിയാവും. അങ്ങനെ അവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്രെയിം. ടീനമോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സന്തോഷമുള്ളൊരു ഫ്രെയിമാണത്. ഇപ്പം നമ്മുടെ കൂടെ നിറ്റാര ബീബിയും കൂടെ ഉണ്ട്. ബൈ ദ ബൈ മമ്മി വാന്ന് വിളിക്കാൻ വേണ്ടി വന്ന കേട്ടോ ആ ഗ്യാപ്പിന്. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ഇവിടുന്ന് പിക്ചേഴ്സ് എടുത്തിട്ട് നേരെ ഹോളിലോട്ട് പോയാൽ മതി. ഇടയ്ക്കൂടെ വാവ ഒന്ന് ടയേർഡായി. അപ്പോൾ ഒന്ന് പാലൊക്കെ കൊടുത്തൊന്ന് റീചാർജ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ഞാനും ടീനമോളുടെ കാറിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ പോയി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നാണ് സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പോൾ പടി ഇറങ്ങാൻ നേരം ബാക്കിൽ നിന്നൊരു അശരീരി കേട്ട് നോക്കി ഇറങ്ങണം, ഫോണിൽ നോക്കി ഇറങ്ങില്ല വീഴുമെന്ന്. അങ്ങനെ നമ്മൾ പാലെല്ലാം കുടിച്ച് വാവെ സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ ഹോളിലോട്ട് വന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നു. അമ്മയും ജേസ് ചേച്ചിയും കാര്യമായി എന്തോ കഥ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്കിളും ആൻറ്റിയും മക്കളും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മമ്മിയുടെ ഫുൾ ഫാമിലി നമ്മളിവിടെ മീറ്റ് ചെയ്യുകയാണ്. അമ്മച്ചിയുണ്ട്, ആൻറ്റി ഉണ്ട്, ജേസ് ചേച്ചി, സേറക്കുട്ടി, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ സെൽഫി എടുക്കുന്ന പോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു സേറ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ ആണ് എടുക്കുന്ന മമ്മി എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ജെനി മമ്മി പപ്പ. അപ്പോൾ അവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതാണ് മമ്മിയുടെ പപ്പയും മമ്മിയും. അപ്പോൾ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ നിർത്തി അച്ഛൻ റീഅറേഞ്ച് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇവരെയൊക്കെ എപ്പോഴും നമുക്ക് ഫ്രെയിമിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതാണ് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. മൊത്തത്തിൽ എല്ലാവരെയും കാണാൻ പറ്റി, മീറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഫാമിലി ഫോട്ടോസ് കൂടെ എടുത്തായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വളരെ കുറച്ചല്ലേ കിട്ടുന്നത്. എല്ലാവരും പുറത്തൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നാട്ടിൽ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു മൊമെൻ്റൊക്കെ ഭയങ്കര സ്പെഷ്യലും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ഒരു ഹാപ്പി ഫ്രെയിമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മിയുടെ ഓൾ ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പം അങ്കിള് പറയുന്നത് ഞങ്ങളുടെ മാത്രം ഒരു ഫാമിലി ഫോട്ടോയും കൂടെ എടുക്കാൻ. അതായത് മമ്മിയും മമ്മിയുടെ 3 സിബ്ലിങ്സും അപ്പച്ചനും അമ്മച്ചിയും കൂടെ. അങ്ങനെ അവരവരുടെ ഹാപ്പി ഫ്രെയിം താണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയേ അമ്മച്ചി, ഇവിടെ നോക്കി. അല്ലെങ്കിൽ ഹായ് കാണിച്ചേ, ഹായ് കാണിച്ചേ, ഹായ് കാണിക്ക് നേരാ, ഹായ് കാണിക്ക് നേരാ. ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു, വിശപ്പൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അങ്ങനെ നമുക്കിന്ന് അപ്പവും സ്റ്റൂ ഒക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഒരു ബാപ്റ്റിസത്തിൻ്റെ ഫുഡ്. അപ്പോൾ അവരതെല്ലാം സെർവ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഫ്രെയിമിലൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീനമോൾ പറയുന്നത് മറ്റേ കല്യാണത്തിനൊക്കെ പണ്ട് വീഡിയോ വരത്തില്ലേ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫീലായിരുന്നു ഒന്ന്. അപ്പച്ചനെയും അജിനെയും കൂടെ ഒരു ഫ്രെയിമിൽ കണ്ടപ്പോൾ ഞാൻ ഓടി ഒന്ന് വീഡിയോ എടുത്താണ്. എനിക്ക് ഇവർ രണ്ടും ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ മമ്മി എടുത്തത് എപ്പോഴും പറയും. അത് ഞാൻ മമ്മിയുടെ ജേസി എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹാനോക്കിൻ്റെയും സേറക്കുട്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അജിൻ. ജയ അങ്കിളുടെ 2 മക്കളാണ് ഹാനോക്കും സേറയും.
അതുപോലെ അവരുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ വേണമെന്ന് പറഞ്ഞു. ഹാനോക്കിനെ ഫ്രെയിമിലൊക്കെ നിർത്താൻ ഭയങ്കര പാടാണ്, ഭയങ്കര മടിയാണ്. ഇല്ല ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് അജിനൊരു സോപ്പിട്ടൊക്കെ നിർത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ലിറ്റി ആൻറ്റി, ജയങ്കിള്, സെറ, ഹാനോക്ക്. ഇതാണ് മമ്മിയുടെ ബ്രദറും ഫാമിലിയും. അപ്പച്ചൻ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നിന്ന് കുറച്ച് മുഷിഞ്ഞ് പോകാമെന്നുള്ളൊരു മൂഡിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അജിനൊരു വിധത്തിൽ എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബാപ്റ്റിസം ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. മഴ പൊടിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവും. അപ്പോൾ അതായിരുന്നു പെട്ടെന്നൊരു മഴ, അതാണ് ഞാൻ നനഞ്ഞുകൊണ്ട് പോകുന്നു. അതൊരു നൈസ് പള്ളിയായിരുന്നു. ടീനമ്മ അടുത്തോട്ട് പോട്ടെ. ഇതാരീ പൊന്നെ? കുഞ്ഞു ബേബി എന്തേ? കുഞ്ഞു ബേബി എന്തേ? സുന്ദരി ബേബി എന്തേ? പൊന്നെന്തേ? മൊത്തത്തിൽ പൊന്നായിരിക്കും. അദ്ദേഹം മൊത്തം സീക്വൻസ് ഒക്കെ ആയിട്ടേ പൊന്നായിട്ടിരിക്കുക. സീക്വൻസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. എന്റെ പൊന്നിന്റെ മൂത്തൊക്കെ ഉണ്ടല്ലോ. കള്ളിപ്പെണ്ണെന്തേ? ഫേസിലേക്ക് നോക്കി ഇവിടെ നോക്കിയാണ്, ഇവിടെ നോക്കി. എന്തോ എടുക്കണോ? അതിനൊന്നും കരയല്ല എന്റെ ചക്കര. വയറ്റിലുണ്ടോ? ആ ഉണ്ട്. ഇച്ചിരി ഒരു കുറവുണ്ട്. അത് ഉറങ്ങിപ്പോയ നേരത്തേക്ക് ഉറങ്ങി അങ്ങോട്ട് കിടത്തിയപ്പോഴത്തേക്ക് ബൈ ഷട്ടുമണി, ഷട്ടു ബൈ ബൈ. ഷട്ടുമണി ബൈ. ടാറ്റാ.